Hello everybody. Now we are discussing on community health nursing course 7 OT and DT operation theatre and anesthesia technology course 7 unit 1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 50 ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാം, പിന്നെ ഒരു 10 എസ്സേ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹെൽത്ത് അക്കോർഡിംഗ് ടു WHO ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തിൻ്റെ absence of disease, physical fitness, complete physical, mental and social well-being. Mental answer C ആണ്. WHO complete physical, mental, social well-being ആണ് WHO definition. Answer C ആണ്. Genetic factor is also called social factor, environment factor, biological determinant, economic factor. Genetic factor naturally biological ഒരു determinant ആണ്, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. ആൻസർ C ആണ്. which determinant cannot be altered. ഞാൻ നേരത്തെ പറഞ്ഞു മാറ്റാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ജനറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻസർ സി ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, നമ്മൾ ബോഡിക്കകത്തുള്ള എൻവയോൺമെന്റ്, ബോഡിക്ക് പുറത്തുള്ള എൻവയോൺമെന്റ്, അങ്ങനെയാണ് പറയുന്നത്. ബോഡിക്കകത്തുള്ള എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്, ബോഡിക്ക് പുറത്തുള്ളത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. നമ്മൾ പുറത്തുള്ളപ്പോൾ നാച്ചുറലി ആൻസർ ബി ആണ്. ഫിസിക്കൽ എൻവയോൺമെന്റ്, എയർ ആൻഡ് വാട്ടർ. ബയോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. ബയോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ കൾച്ചർ, സോയിൽ, മൈക്രോ ഓർഗാനിസം ഇൻകം ആണെങ്കിൽ ആൻസർ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസം ആണ്. ആൻസർ സി ആണ്. ബിഹേവിയറൽ ഫാക്ടർ, നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മറ്റൊരു സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടർ എന്ന് പറയുമ്പോൾ ജനറ്റിക്, സ്മോക്കിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്. അതിൽ സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആൻസർ ബി ആണ്. സോഷ്യോ എക്കണോമിക് ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ എന്താണ്? സൊസൈറ്റിയിലുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, സൊസൈറ്റിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിന് സോഷ്യോ എക്കണോമിക് മീൻസ് നമ്മുടെ സാമ്പത്തികമായിട്ടും സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ടർ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? അതിലൊരു ഫാക്ടറാണ് ഇൻകം, ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത്. ആക്ച്വലി ആൻസർ ബി ആണ്. അയാളുടെ എക്കണോമിക് സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് അയാളുടെ ഇൻകമാണ്. ഹെൽത്ത് സർവീസ് ഷുഡ് ബി, നമ്മൾ ആരോഗ്യത്തിൻ്റെ സർവീസ് കൊടുക്കുമ്പോൾ അത് എന്തായിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്? അത് എക്സ്പെൻസീവ്, ലിമിറ്റഡ്, ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ, പ്രൈവറ്റ് ആണ്. അപ്പോൾ ആൻസർ സി ആണ്. ആക്സസിബിൾ ആൻഡ് ആക്സസിബിൾ മീൻസ് ആരോഗ്യം സർവീസ് എത്തിപ്പറ്റാൻ പറ്റണം. സെക്കൻഡ്, അത് അഫോർഡ് ചെയ്യാൻ പറ്റണം. അവിടെ അത് വാങ്ങാനുള്ള സാമ്പത്തികമായിട്ടുള്ള അവർക്ക് കഴിവുണ്ടായിരിക്കണം. അപ്പം അത് അവൈലബിളും ആയിരിക്കണം, അഫോർഡബിളും ആയിരിക്കണം, ആക്സസിബിളും ആയിരിക്കണം. അപ്പോൾ ആൻസർ സി ആണ്. എഡ്യൂക്കേഷൻ എഫക്ട്സ് ഹെൽത്ത് ബൈ, എഡ്യൂക്കേഷൻ കൊണ്ട് ആരോഗ്യത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത്? നാച്ചുറലി ഒരു എഡ്യൂക്കേറ്റഡ് ആളെപ്പോഴും അയാളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യും, അതിനെ ഒഴിവാക്കത്തില്ല. അപ്പം നാച്ചുറലി അയാൾക്ക് തന്നെ അയാളുടെ ആരോഗ്യ നിലവാരം കൂട്ടണമെന്നൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആൻസർ സി ആണ്. ഇംപ്രൂവിങ് ഹെൽത്ത് സ്റ്റാറ്റസ്. എക്സാമ്പിൾ ഓഫ് ഹെൽത്ത് സർവീസ്, ഒരു ഹെൽത്ത് സർവീസിൻ്റെ ഉദാഹരണം എന്താണ്? സ്മോക്കിംഗ്, ഇമ്മ്യൂണൈസേഷൻ, പൊല്യൂഷൻ, പോവർട്ടി. ഇമ്മ്യൂണൈസേഷനാണ്. ഗവൺമെൻറ് പല പ്രോഗ്രാംസ് ഉണ്ട്, കുട്ടികളെ വാക്സിനേഷൻ കൊടുക്കുക, ഇമ്മ്യൂണൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ഹെൽത്തിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഇമ്മ്യൂണൈസേഷൻ. ഇതൊരു പ്രിവെൻറ്റീവ് സർവീസാണ്. അസുഖം വരാതെ നോക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇമ്മ്യൂണൈസേഷൻ. ഇതൊരു പ്രിവെൻറ്റീവ് സർവീസാണ്. അസുഖം വരാതെ നോക്കുന്നതിനാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ക്രൂഡ് ഡെത്ത് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ്, എത്ര ആൾക്കാർ മരിക്കും എന്നുള്ളൊരു കണക്കാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് വരുന്നത്. സാധാരണ വേണ്ടിയിട്ട് 1000 ആൾക്കാരുടെ ഇടയിൽ എത്ര ആൾക്കാർ മരിച്ചെന്നുള്ളതാണ് അതിന് ക്രൂഡ് ഡെത്ത് റേറ്റ്. ആൻസർ ബി ആണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ താഴെയുള്ള കുട്ടികളാണ് ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി മീൻസ് മരിക്കുന്നത്, എത്ര കുട്ടികൾ, ഒരു വർഷത്തിൽ താഴെയുള്ള കുട്ടികൾ എത്ര പേര് മരിക്കും എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ആൻസർ ബി ആണ്. അണ്ടർ 1 ഇയർ. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ 1 lakh ലൈവ് ബർഡ്സ്, 1 lakh കുട്ടികളെ പ്രസവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്ത് പറ്റുന്നു, അമ്മ മരണപ്പെടുന്നോ ഇല്ലെന്നുള്ളതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം കുട്ടികളെ പ്രസവിക്കുമ്പോൾ ആ കുട്ടികളുടെ അമ്മമാരിൽ എത്ര പേര് മരിച്ചു പോകുന്നു എന്നതാണ് എൻ്റെ കണക്ക്. എൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്സ്
ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻറ്റു 1 lakh. അപ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു, എത്ര കുട്ടികൾ ജനിച്ചു ഇൻറ്റു 1 lakh ആണ് എൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. ഇൻസിഡൻസ് റിഫേഴ്സ് ടു, ഇൻസിഡൻസ് മീൻസ് പുതിയതായിട്ട് വരുന്ന അസുഖങ്ങൾ. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് പുതിയതായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കേസസ്, അസുഖം എന്ന് പറയുമ്പോൾ കേസസ് എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സമയ പരിധിക്കകത്ത് ഒരു ഡേറ്റിന്, ഈ ഒരു ഡേറ്റ് തൊട്ട് അടുത്ത ഡേറ്റ് വരെ ആ സമയത്തിനകം എത്ര പുതിയ കേസസ് വന്നു, അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആൻസർ സി ആണ്. പ്രിവലൻസ് മീൻസ് പുതിയതും പഴയതും ചേർത്തിട്ട് ടോട്ടലാണ് പറയുന്നത് പ്രിവലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കും, പ്ലസ് നമ്മൾ നിൽക്കുന്ന സമയത്തിനകം എത്ര പുതിയ കേസ് വന്നു, രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കേസസ്. ആൻസർ ബി ആണ്. ഫസ്റ്റ് കോൺടാക്ട് ലെവൽ ഓഫ് കെയർ, ഒരു അസുഖം വന്നാൽ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ട എവിടെയാണ്, ആൻസർ സി ആണ്, പ്രൈമറി ആണ്. സെക്കൻഡ് കെയർ ഇസ് പ്രൊവൈഡഡ്, ആൻസർ സി ആണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഇതിനകത്ത് ആൻസർ സി ആണ്. ഫസ്റ്റ് PHC ആണ്, സെക്കൻഡ് ഇതിൻ്റെ ആൻസർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ആൻസർ സി ആണ്. ടെർഷറി കെയർ, ടെർഷറി കെയർ തേർഡ് സ്റ്റേജിൽ പോകുന്നതാണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കെയർ ആയിരിക്കും, അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും, ആൻസർ ബി ആണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, 3 ലെവലിൽ ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആദ്യം പോകുന്നു PHC, പിന്നെ സെക്കൻഡറി കെയർ, മൂന്നാമത് സ്പെഷ്യലൈസ്ഡ് കെയർ. പ്രൈമറി ഹെൽത്ത് കെയർ ഈസ്, പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ പ്രത്യേകത എന്താണ്? എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആണ്, എക്സ്പെൻസീവ് കെയർ ആണ്, ഹോസ്പിറ്റൽ കെയർ ആണ്, എമർജൻസി ആണ്. അപ്പോൾ എസെൻഷ്യൽ ഹെൽത്ത് കെയർ, ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള കെയറുകൾ സർവീസ് കൊടുക്കുന്നതിന് പ്രൈമറി ഹെൽത്ത് സർവീസ് കെയർ. ആൻസർ ബി ആണ്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫോക്കസ് ആണ്, അവരുടെ ജോലി എന്താണ്, PHCയിലുള്ള ജോലി എന്താണ്? അതിനകത്ത് അസുഖം വരാതെ നോക്കുന്നതും അസുഖത്തിനെ പറ്റി അറിവ് കൊടുക്കുന്നതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അസുഖം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം? വാക്സിനേഷൻ ചെയ്യണം, വേണ്ടുന്ന രീതിയിൽ ആരോഗ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അപ്പോൾ ഹെൽത്തിനെ പറ്റി പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ. എലിമെൻറ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കെയർ ഇൻക്ലൂഡ്സ്, പ്രൈമറി ഹെൽത്ത് കെയറിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സർജറി, ന്യൂട്രീഷൻ, ICU എന്ന് പറയുന്നത് നാച്ചുറൽ ന്യൂട്രീഷനാണ്. ഉദാഹരണത്തിന് പ്രഗ്നൻ്റ് ലേഡി ആണെങ്കിൽ വേണ്ടുന്ന ന്യൂട്രീഷൻ കൊടുക്കുക, കുട്ടികൾക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുക, അവരുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിച്ച് കൊടുക്കുക, നല്ല ആഹാരം എടുക്കുന്നത് നോക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷനാണ് ആൻസർ ബി. സേഫ് വാട്ടർ സപ്ലൈ, അടിസ്ഥാനമായിട്ട് സൗകര്യമാണ് സേഫ് വാട്ടർ സപ്ലൈ എന്ന് വെച്ചാൽ നല്ല വെള്ളം, കുടിവെള്ളം കിട്ടുന്നുള്ളത്. അപ്പോൾ അത് PHCയുടെ ഒരു എലിമെൻ്റാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എസെൻഷ്യൽ സർവീസാണ്. ആൻസർ ബി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് PHCയുടെ മെയിൻ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്? എല്ലാവർക്കും ഒരേ രീതിയിൽ ആരോഗ്യ സൗകര്യങ്ങൾ, ആരോഗ്യത്തെ പറ്റിയുള്ള സൗകര്യങ്ങളും അറിവുകളും എല്ലാം കിട്ടണം. അപ്പോൾ എല്ലാവരും ഈക്വലായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. ആൻസർ ബി ആണ്. എല്ലാവർക്കും അത് എത്തിപ്പറ്റാനും പറ്റണം, അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആൻസർ ബി ആണ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്താണ്? കമ്മ്യൂണിറ്റി മീൻസ് ജനങ്ങളുടെ ഒരു കൂട്ടമാണ്. ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുറേ ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഇൻവോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ പീപ്പിൾസ് ഇൻവോൾവ്മെൻ്റ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ആൻസർ സി ആണ്. മൾട്ടി സെക്ടറൽ അപ്രോച്ച് മീൻസ് നമ്മളിപ്പം ഹെൽത്ത് ഒരു സെക്ടറാണെങ്കിൽ വേറെ ഒരുപാട് സെക്ടേഴ്സ് ഗവൺമെൻറ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പബ്ലിക് വർക്ക്സ് PW ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെക്ടറാണ്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സെക്ടറാണ്, വാട്ടർ സപ്ലൈ ഒരു സെക്ടറാണ്. അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യ മേഖലയിൽ ആ മേഖല മാത്രം വിചാരിച്ച കാര്യം നടക്കത്തില്ല, ബാക്കി എല്ലാ സെക്ടേഴ്സും അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൾട്ടി സെക്ടർ അപ്രോച്ച് എന്ന് വെച്ചാൽ എല്ലാവരും, എല്ലാ സെക്ടേഴ്സും, എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് മൾട്ടി സെക്ടറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻസർ സി ആണ്, മൾട്ടിപ്പിൾ സെക്ടർ. അപ്രോപ്രിയേറ്റ് ടെക്നോളജി, കറക്റ്റ് ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? കോംപ്ലക്സ് ടൂൾ, വലിയ വലിയ മെഷീൻസ് ആണോ, വില കൂടിയ മെഷീൻസ് ആണോ, സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് ആണോ, ഫോറിൻ ടൂൾസ് ആണോ?
ആൻസർ സി ആണ്. സിമ്പിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. ഉദ്ദേശിച്ച കാര്യം നടക്കണം, കോസ്റ്റും കുറഞ്ഞിരിക്കണം, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കൈകാര്യം പറ്റുന്ന രീതിയിലായിരിക്കും. അതാണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ആൻസർ സി ആണ്. പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സ് ആണ്. NHP 1983 എയിംഡ് അറ്റ് നാഷണൽ ഹെൽത്ത് പോളിസിയാണ് ഉദ്ദേശിക്കുന്നത്. 1983 നമ്മൾ എയിം ചെയ്തിരുന്നത്, അന്നത്തെ എയിം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 എന്നായിരുന്നു അന്നത്തെ സ്ലോഗൻ. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്. ഹെൽത്ത് ഫോർ ഓൾ ബൈ AD 2000. പക്ഷെ നമ്മൾ അന്ന് ഉദ്ദേശിച്ച ആ സ്ലോഗൻ വെച്ചിട്ട് ഹെൽത്ത് ഫോർ ഓൾ ബൈ എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എത്തിയില്ല. അപ്പോൾ നമ്മൾ 2002 വീണ്ടും നമ്മളതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ NHP 2002 അതിനകത്ത് നമ്മൾ എക്സ്പെൻഡിച്ചർ, നമ്മൾ GDPയിൽ എത്ര ശതമാനം ആരോഗ്യത്തിന് ചിലവാക്കണം എന്നുള്ളത് ഗവൺമെൻറ് പോളിസി ചില ഡിസിഷൻ എടുത്തായിരുന്നു. അതിനകത്ത് GDPയിൽ ഏകദേശം 2% ഹെൽത്തിന് വേണ്ടി ചിലവാക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതൊരു പോളിസി ടാർഗറ്റാണ്. ഇതിൻ്റെ ആൻസർ എ ആണ്. NHP 2002 എന്താണ് പ്രധാനമായിട്ട് ഫോക്കസ്? 2002 നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് അസുഖം വരാതെ നോക്കുക എന്നുള്ളതായിരുന്നു. എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ, പ്രിവെൻഷൻ ഒക്കെയാണ്. ആൻസർ പ്രിവെൻഷൻ ആണ്, എ. നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 എയിംസ് അറ്റ്. പോപ്പുലേഷൻ്റെ പോളിസി എന്താണ്? നമ്മൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റേബിൾ ആക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് കൺട്രോളിൽ കൊണ്ടുവരാനുള്ളതാണ്. അപ്പം ആൻസർ ബി ആണ്, സ്റ്റേബിൾ പോപ്പുലേഷൻ. ലീഗൽ ഏജ് ഓഫ് മാരേജ് ഫോർ ഗേൾസ് ഇസ് 18 എന്നാണ് നമുക്കറിയാം. ആൻസർ ബി ആണ്. NAMP നാഷണൽ ആൻറ്റി മലേറിയ പ്രോഗ്രാമാണ്, മലേറിയക്കുള്ള പ്രോഗ്രാമാണ്. ആൻസർ എ ആണ്. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നാണ്. ഇപ്പോൾ ഡയറക്ട്ലി ഒബ്സർവ് വെച്ചാൽ ഈ TB പേഷ്യൻസിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. TB പേഷ്യൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരുപാട് നാൾ മരുന്ന് കഴിക്കണം. 3 മാസം, 6 മാസം, 1 വർഷം വരെയൊക്കെ മരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഈ പേഷ്യൻസ് ഈ മരുന്ന് കഴിക്കത്തില്ല. കുറച്ച് കുറയുമ്പോൾ അവർ മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒരു അസുഖം കൂടും, തിരിച്ചു വരും. അസുഖം തിരിച്ചു വന്നിട്ട് വേറെ ആൾക്കാർ സ്പ്രെഡാവും, നമ്മളെ കൺട്രോളിൽ നിൽക്കത്തില്ല. അപ്പം TB കംപ്ലീറ്റ് ക്യൂർ ആവുന്ന വരെ മരുന്ന് കഴിച്ചേ മതിയാവുള്ളൂ. പക്ഷേ പേഷ്യൻസിൻ്റെ കയ്യിൽ മരുന്ന് കൊടുത്തു വിട്ടാൽ അവർ മരുന്ന് കംപ്ലീറ്റ് കഴിക്കാറില്ല. അതുകൊണ്ട് മരുന്ന് വേസ്റ്റാവും, അസുഖം മാറത്തുമില്ല, ആ അസുഖം അവർ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ്. മീൻസ് പേഷ്യൻറ്റിൻ്റെ മുമ്പ് വെച്ചിട്ട് പേഷ്യൻറ്റ് മരുന്ന് കൊടുത്ത് പേഷ്യൻറ്റ് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പിക്കണം എല്ലാ ദിവസവും. അതിനാണ് DOTS അല്ലെങ്കിൽ ഡയറക്റ്റ്ലി. അപ്പോൾ മരുന്ന് കൊടുക്കുന്ന ആൾ മിക്കവാറും നഴ്സോ ആരെങ്കിലും ആയിരിക്കും. അവർ പേഷ്യൻറ്റിന് ഒന്നീ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മരുന്ന് കൊടുത്ത് മരുന്ന് കഴിച്ചത് ഉറപ്പിക്കുന്നതിന് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ TB റിലേറ്റഡ് പ്രോഗ്രാം. NACP നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമാണ്. HIV എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രോഗ്രാമാണ്. പൾസ് പോളിയോ പ്രോഗ്രാം പോളിയോ കൊച്ചുകുട്ടികൾ കൊടുക്കുന്ന പോളിയോ മരുന്നുകളാണ്. അപ്പം അത് സാധാരണ 5 വർഷത്തിന് താഴെ കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻസർ ബി ആണ്. RCH എന്ന് വെച്ചാൽ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം. അത് അമ്മയും കുഞ്ഞിനും വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എൻ്റെ ആൻസർ ബി ആണ്, മദർ ആൻഡ് ചൈൽഡ്. IMR മീൻസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. ഇൻഫൻറ്റ് മീൻസ് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി മീൻസ് എത്ര കുട്ടികൾ മരിക്കും എന്നുള്ള കണക്കാണ്. അപ്പം ഇതിനകത്ത് നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ഇൻഫൻറ്റ്സ് അണ്ടർ 1 year, number of live births, number of death of infant under 1 year divided by number of live births into 1000. ഇതാണ് എൻ്റെ ഫോർമുല. ഓക്കെ, ഓക്കെ. ഇതിൻ്റെ MMR stands for maternal mortality ratio. അമ്മയുടെ ഡെത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് maternal deaths divided by number of live births into 1 lakh ആണ്. മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ലൈവ് വാക്സിൻസ്. 2 വാക്സിൻ കൊടുക്കുമ്പോൾ 2 ലൈവ് വാക്സിൻ ഇടയ്ക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് സാധാരണ
1 month ആണ്, അല്ലെങ്കിൽ 4 weeks ആണ് എൻ്റെ കറക്റ്റ് ആൻസർ സി ആണ്. IPV വാക്സിൻ അത് പോളിയോക്കുള്ള വാക്സിനാണ്. പോളിയോക്ക് 2 ടൈപ്പ് ഉണ്ട്, ഓറലും ഉണ്ട് ഇഞ്ചെക്ഷൻസും ഉണ്ട്. ഓറൽ എന്ന് വെച്ചാൽ സാബിൻ വാക്സിനാണ്, ഇഞ്ചെക്ഷൻ വെച്ചാൽ സാക്ക് വാക്സിനാണ്. അപ്പോൾ IPV മീൻസ് ഇഞ്ചെക്ഷൻ വാക്സിനാണ്, അത് പോളിയോക്ക് വേണ്ടിയുള്ള വാക്സിൻ. ആൻസർ ബി ആണ്. ഫസ്റ്റ് ഡോസ് ഓഫ് IPV ഈസ് അറ്റ്, എപ്പോഴാണ് നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്? ആൻസർ 2 months, 2 മാസം ആകുമ്പോൾ. ആൻസർ ബി ആണ്. അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് മെഷേഴ്സ് 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ മരണം കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റാണ് അത്. ചൈൽഡ് ഡെത്ത്സ് ബിലോ 5 years. അപ്പോൾ അണ്ടർ 5 മോർട്ടാലിറ്റി ആൻസർ ബി ആണ്. റെഫറൽ സിസ്റ്റം മീൻസ്, നമ്മൾ റെഫറൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത അതിനെക്കാട്ടി മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഹയർ സെൻറ്ററിൽ പോകുന്നത് റെഫർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ടു ഹയർ സെൻറ്റർ ആണ്. ആൻസർ ബി ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റർ, ഹെൽത്തിനെ പറ്റി അളക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ. ഹെൽത്തിനെ പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ഒരു ഹെൽത്തിൻ്റെ നിലവാരം നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്, മെഷർമെൻറ്റ് ഓഫ് ഹെൽത്ത് സ്റ്റേറ്റ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ എന്ന് വെച്ചാൽ നമ്മളുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ എന്ന് പറയുന്നത്. അവരുടെ റോൾ എന്താണ്? അവരുടെ റോൾ എന്ന് വെച്ചാൽ ഈ പബ്ലിക്കിനെയും അല്ലെങ്കിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാർ ഹെൽത്ത് സിസ്റ്റമായിട്ട്, ഗവൺമെൻറ് ഹെൽത്ത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദേ ആക്ട് ലൈക്ക് എ ലിങ്ക് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് സിസ്റ്റം. ആൻസർ ബി ആണ്. ഹെൽത്ത് ഡിറ്റർമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. എയർ, വാട്ടർ, സോയിൽ അതിൻ്റെ ഹെൽത്ത് ഡിറ്റർമെൻറ്റ് എന്താണ്? അത് ഏത് ഗ്രൂപ്പിൽ വരും? അത് എൻവിറോൺമെൻറ്റൽ ഫാക്ടറിൽ വരും. ആൻസർ ബി ആണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് പെർ, എത്ര കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കും എന്നുള്ള കണക്കാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അത് 1000 ലൈവ് ബർത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെത്ത് അണ്ടർ 1 year per 1000 ബർത്ത്. ഫസ്റ്റ് ലെവൽ ഓഫ് കോൺടാക്ട് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ്, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് പോകുന്നത്? ആദ്യം പോകുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ PHCയിലാണ്. ആൻസർ സി ആണ്. ഡോട്ട് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞു, ട്യൂബർക്ലോസിനുള്ള TB-കളാണ്. ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അത് വരുന്നത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം RNTCP-യിൽ വരുന്ന പ്രോഗ്രാമാണത്. മിനിമം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ലൈവ് വാക്സിൻസ്, 2 വാക്സിൻ്റെ ഇടയിൽ മിനിമം എത്ര ഗ്യാപ്പ് വേണം? നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, 4 ആഴ്ചയെങ്കിലും അതിനകത്ത് ഗ്യാപ്പ്. ആൻസർ സി ആണ്. ഇനി ഇത്രയും ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ യൂണിറ്റിലുള്ള സിലബസിലുള്ള സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, സോ we'll stop here. Thank you very much.